സാക്ഷര കേരളത്തിന് തന്നെ നാണക്കേടാകുന്ന ഒരു വാർത്തയുമായാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോട്ടയത്ത് കോവിഡ് ബാധിച്ച് മരിച്ച ആളുടെ സംസ്കാരം നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. BJP കൗൺസിലറായ ഹരികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ സംഘടിച്ചത്. ഇതേ തുടർന്ന് മുട്ടമ്പലം ശ്മശാനത്തിലേക്കുള്ള വഴി നാട്ടുകാർ അടച്ചു. സ്വന്തം നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ജനപ്രതിനിധി തന്നെ മൃതദേഹം വീട്ടിൽ കൊണ്ടുപോടോ എന്ന് ആക്രോശിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരോടും പോലീസിനോടും ചെയ്തത്. മൃതദേഹത്തോട് കാണിച്ച അനാദരവ് തന്നെയാണിത്. ഔസീബ് ജോർജ് എന്ന ആളാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പള്ളികളിൽ സംസ്കാരം നടത്താതെ ശ്മശാനത്തിലേക്ക് എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് നാട്ടുകാരും കൗൺസിലറും സംഘടിച്ചത്. ഇതിന് കാരണമായി അവർ പറയുന്നത് ശ്മശാനത്തിനടുത്ത് കോളനിയാണ്. ആ കോളനിയിൽ താമസിക്കുന്ന ആളുകൾ ശ്മശാനത്തിലെ പുക ശ്വസിച്ചാൽ നാട്ടുകാർക്കും കോവിഡ് വരും എന്നാണ്. നാട്ടുകാർ അടച്ചിട്ട ശ്മശാനം പോലീസ് വന്ന് തുറന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടുകാരും കൗൺസിലറും പറയുന്നതിൽ ഒരു ന്യായവുമില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. മൃതദേഹത്തിൽ നിന്നുള്ള സ്രവം കൊണ്ട് ഒരിക്കലും രോഗം പകരില്ല എന്നു മാത്രവുമല്ല, ഒരു തരത്തിലും സ്രവം പുറത്തു വരാത്ത പ്ലാസ്റ്റിക് ബാഗിലാണ് മൃതദേഹം അടക്കം ചെയ്യുന്നതും. ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിലൂടെ ഒരിക്കലും കോവിഡ് പകരില്ല. കാരണം പകർച്ചവ്യാധി പകരാതിരിക്കാനുള്ള ഏറ്റവും നല്ല രീതിയാണ് ദഹിപ്പിക്കൽ. ഒരു പ്രശ്നവും ഉണ്ടാകാതെ നടക്കേണ്ട ഒരു സംസ്കാരം ആളുകളെ സംഘടിപ്പിച്ച് സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത് കൗൺസിലറുടെ കളികളാണ്. ഇക്കാരണത്താൽ BJP കൗൺസിലറായ ഹരികുമാറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണിപ്പോൾ. വെറുതെ വെച്ചോണ്ടോ കാര്യമുണ്ടോ? എന്താണ് ജനപ്രതിനിധി തുടങ്ങിയാൽ വെറുതെ ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തു. ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർത്തതിന് ശേഷം രാത്രി 11:30 സംസ്കാരം നടത്തിയത്. നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്ന് കോവിഡിനെതിരെ പടപൊരുതേണ്ട സാഹചര്യത്തിൽ ജനസേവകർ തന്നെ ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കുന്നത് അത്യന്തം അപലപനീയമാണ്.